നമസ്കാരം. ജീവിതം ഒരു വെല്ലുവിളിയാണ്. അതിനെ ധീരമായി നേരിടുന്നവർ മാത്രമേ ജീവിത വിജയം നേടുകയുള്ളൂ. ഇത് വെല്ലുവിളികളെ ധീരമായി നേരിടുന്ന വനിതകളുടെ വേദി റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരുപാട് സിനിമകളിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കിയ ഒരു അഭിനേത്രിയാണ്, ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. സോ ലെറ്റ്സ് വെൽക്കം അഞ്ജലി. സോ നമ്മുടെ ഇന്ന് റെഡ് കാർപ്പറ്റിൽ വന്നിരിക്കുകയാണ് ഒരുപാട് വിശേഷങ്ങൾ, അതായത് ഫിലിം വിശേഷങ്ങൾ മാത്രമല്ല അല്ലാത്ത കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരു സമയമാണ്. അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, യെസ്. ദൃശ്യം 2 അതൊരു വലിയൊരു ചേഞ്ച് ആയിരുന്നു. ഒരു അപ്സ് ആൻഡ് ഡൗൺസിൽ നിന്ന് പെട്ടെന്ന് ഒരു അപ്പിലേക്ക് കയറിയ ഒരു സിനിമയായിരുന്നു. അപ്പൊ ജിത്തു സാറ് വിളിച്ചപ്പോൾ ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് അതിന് ഇങ്ങനെ ഒരു സീക്രട്ട് സ്വഭാവം ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നോ? ഇല്ല, അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, വരൂ കാഷ്വൽ ആയിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ റാം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റാം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയൊരു ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ വലിയ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇത് ഞാൻ ഓർത്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത സിനിമയിൽ ഞാൻ അഞ്ജലി വിളിക്കും എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മൾ എല്ലായിടത്തുനിന്നും ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് ഞങ്ങളത് കാര്യമാക്കിയിട്ടേ എടുത്തില്ല. പിന്നെ ഒരു ദിവസം ഇങ്ങനെ കാഷ്വലായിട്ട് ജിത്തോടെ വിളിച്ചപ്പോൾ പറഞ്ഞു, എടോ എൻ്റെ അടുത്ത സിനിമയിൽ ഒരു സാധാരണ ഒരു പെൺകുട്ടിയാണ്, അത് അങ്ങനെ ആരും ശ്രദ്ധിക്കേണ്ടാത്ത കാര്യമില്ല. അപ്പൊ ഞാൻ വളരെ ലാഘവത്തിലൂടെ കേൾക്കണം, ആരും ശ്രദ്ധിക്കേണ്ടാത്ത ക്യാരക്ടേഴ്സൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ശരി, അപ്പൊ എന്താ ചെയ്തോട്ടും വിളിച്ചല്ലോ, ഓർത്ത് വിളിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ പോയി. അപ്പൊ സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിക്കുമ്പോൾ പലയിടത്തായിട്ട് ഈ സരിത കാണുന്നുണ്ട്. അതിനോട് അത്ര വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല. ഫുൾ ലെങ്ത് ആയിട്ടൊരു സരിതാവേഷം ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്നു വിചാരിക്കുന്നില്ല. അതുകൊണ്ട് സരിതയൊക്കെ ഇങ്ങനെ പോട്ടെ, ചെറിയ ചെറിയ ഫീമെയിൽ ക്യാരക്ടേഴ്സിന്റെ ഓരോന്ന് നോക്കാൻ തുടങ്ങി. അപ്പൊ പോളി ചേച്ചി ഇത് അമ്മ വേഷം, അത് വേണ്ടെന്ന് നീക്കി വെച്ചു. പിന്നെ അടുത്ത കൃഷ്ണപ്രഭ, ഇനി അതായിരിക്കോ? അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് അസോസിയേറ്റ് സുധീഷിനോട് ഞാനിങ്ങനെ ചോദിച്ചു, സുധീഷേട്ടാ അപ്പൊ വായിച്ചതിൽ ഏതാണ് കറക്റ്റ് ക്യാരക്ടർ? സരിതയുടേത് എന്ന് പറഞ്ഞപ്പോ തലകറങ്ങി വീഴില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് അങ്ങ് എന്ത് ചെയ്യണം എന്ന് പറയാത്ത സന്തോഷമായിരുന്നു ഉള്ളില്. അത്രയും വലിയ എടുത്ത പങ്കാത്തൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ജിത്തുവേട്ടൻ്റെ അടുത്ത് ഞാൻ ഇന്നും എൻ്റെ മരണം വരെ ജിത്തുവേട്ടൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലുള്ള ഒരു കയ്യൊപ്പ് തന്നൊരു ഡയറക്ടർ തന്നെയാണ്. ശരി, അപ്പൊ ഇനി ഏറ്റവും പുതിയൊരു വിശേഷം, ഒരു സാൻസ്ക്രിറ്റ് മൂവിയിൽ അഭിനയിച്ചു. സാൻസ്ക്രിറ്റ് സിനിമ കുറച്ചായി ചെയ്തിട്ട് അതിന്റെ റിലീസിലേക്ക് ഒരുങ്ങുക, ജയറാമേട്ടനെ നായികയായിട്ട്. അപ്പൊ അത് ജയറാമേട്ടൻ എന്നുള്ള ഒറ്റ ഫാക്ടർ കൊണ്ടാണ് ജയറാമേട്ടനെ കല്യാണം കഴിക്കണത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ വേഷം കിട്ടിയപ്പോ ആ ഒരു സിനിമ നമോ എന്നാണ് സിനിമയുടെ പേര്, വിജീഷ് മണി സംവിധാനം ചെയ്ത. സാൻസ്ക്രിറ്റിന്റെ ആ ഒരു ലാംഗ്വേജ് ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടായിരുന്നു, അത് പടം എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ നമ്മുടെ സുധാമ എന്നുള്ള ക്യാരക്ടർ, കുജേലന്റെ ക്യാരക്ടറും അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ. ആ ഒരു നല്ലൊരു എപ്പിക് ഒരു മൂവിയുടെ ഭാഗമാവണം ജയറാമേട്ടന്റെ ഭാര്യ വേഷം, അങ്ങനെ എടുത്തൊരു സിനിമയാണ്. പക്ഷെ സാൻസ്ക്രിറ്റിൽ ഇങ്ങനെ പഠിച്ചു പറയേണ്ടതായിരുന്നു. ഓൺ സ്പോട്ട് തന്നെ നമ്മൾ പഠിച്ചു പറഞ്ഞു പോവുമായിരുന്നു. ഭയങ്കര ഒരു പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു സിനിമയായിരുന്നു. പ്രിപ്പറേഷൻസ് എനിക്കെന്തോ ഭാഗ്യത്തിന് അത് പെട്ടെന്ന് ആ ഒരു പിക്കപ്പ് ചെയ്യാൻ പറ്റി സാൻസ്ക്രിറ്റ് ഡയലോഗ്സ് ഒക്കെ. അതേപോലെ തന്നെ എനിക്ക് ചേച്ചിയുടെ ഇതിൽ നോക്കുമ്പോഴാണ് സിനിമകളും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ഷോർട്ട് ഫിലിംസിൽ ഭാഗമായിട്ടുണ്ട്. ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റും ചെയ്തിട്ടുണ്ട് അല്ലേ? ഒന്നേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ ഷോർട്ട് ഫിലിംസ് തെരഞ്ഞെടുക്കുന്നതിന് അതിനെന്തെങ്കിലും ഇതേപോലെ എല്ലാ ഷോർട്ട് ഫിലിംസും വരുമ്പോൾ അഭിനയിക്കുന്നതാണോ, അതെയോ നമ്മുടെ പരിചയത്തിലുള്ള കുട്ടികൾ വന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണോ? അത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പുതിയ ആളുകൾക്ക് അവർക്ക് സിനിമയ്ക്ക് മുമ്പ് ഷോക്കേസ് ചെയ്യേണ്ടി വരുന്ന ചിലപ്പോൾ ഷോർട്ട് ഫിലിംസിലൂടെ ആയിരിക്കും. അപ്പൊ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ അവർ ഈ സിനിമയുടെ ലോകത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ചില ഷോർട്ട് ഫിലിംസ് ചെറുതാണെങ്കിലും നല്ല മെസ്സേജ് തരുന്ന ഷോർട്ട് ഫിലിംസ് ആണ്, നല്ല മോറൽ കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ എടുക്കാറുണ്ട്. 3, ആസ് യൂഷ്വൽ നമ്മുടെ സർവൈവിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ വർക്ക്സുകൾ വരുമ്പോൾ നോ പറയാതെ നമ്മൾ ചെയ്യുന്നതാണ്. ഈ ദൃശ്യം നമ്മളെ മലയാളത്തിൽ എടുത്തു പറയുന്ന ഒരു ദൃശ്യം പോലെ തന്നെ ഒരു വലിയൊരു സ്ട്രോങ് അല്ലെങ്കിൽ വലിയൊരു സിനിമയുടെ ഭാഗമായി തമിഴില് രജനി സാറിന്റെ കൂടെ അല്ലേ? പക്ഷെ തമിഴ് കണ്ടില്ല.
ഞങ്ങൾ അവിടെ ലൊക്കേഷനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഫ്ലാഷ് ബാക്ക് അമ്മ കഥാപാത്രമായിരുന്നു. രജനി സാറിന്റെ അമ്മ. അതെ, ഫ്ലാഷ് ബാക്ക്. അതില് മോള് ആവണിയാണ് കീർത്തിയുടെ ചെറുപ്പകാലം ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു സിനിമയുടെ ഓഫർ കിട്ടിയപ്പം, അതും ദൃശ്യം കാരണം കൊണ്ട് തന്നെയാണല്ലോ, അപ്പം ആ ഒരു ബാനർ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ ശിവ സാറിന്റെ കൂടെ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ചു. ഈ ചേച്ചി ചെയ്തിരിക്കുന്ന ഇതേപോലെ നായകന്മാരുടെ അമ്മ, ഇപ്പൊ പുലിമുരുകനാണെങ്കിൽ ഇപ്പൊ രജനി സാറിന്റെ അമ്മ എല്ലാം പിന്നീട് ഫ്ലാഷ് ബാക്കിൽ അമ്മ അവർ മക്കൾ ഭയങ്കര സ്റ്റാർ ആവുന്ന സിനിമയായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ ഒരു അമ്മ ക്യാരക്ടർ ചെയ്തിട്ട് ആ അമ്മയ്ക്ക് ഭയങ്കര റെക്കഗ്നൈസേഷൻ കിട്ടിയത് KGF അമ്മയ്ക്കാണ്. അപ്പൊ ചേച്ചി വിചാരിച്ചു ഇത്രയും അമ്മ ഞാൻ ചെയ്തിട്ട് ഇവരെന്നെ കണ്ടില്ലല്ലോ ഈ അമ്മയാക്കാനെന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചോ? അങ്ങനെയൊന്നുമില്ല. പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ ചെയ്ത സമയത്ത് കുട്ടികൾ ഒരുപാട് പേര് ഓടി വന്ന് പുലിമുരുകന്റെ അമ്മയാണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് അവരുടെ അച്ഛനമ്മമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ലാലേട്ടന്റെ അമ്മയായിട്ട് ചെയ്തതിന് ഒരുപാട് പേര് ലാലേട്ടന്റെ ഫാൻസുകാരാണെങ്കിൽ അല്ലാത്തവർ ഞങ്ങളുടെ ലാലേട്ടനെ പ്രസവിച്ച അമ്മയാണ് നിങ്ങൾ, അപ്പം ഞങ്ങളുടെ പരിപാടിക്ക് വരണം അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അതേസമയം ഒപ്പത്തിൽ ലാലേട്ടന്റെ അനിയത്തിയായിട്ട് ചെയ്തപ്പം ലാലേട്ടന്റെ അനുഗ്രഹം വാങ്ങാതെ തിരിഞ്ഞു നടക്കുന്ന ഒരു സീനുണ്ട്. അത് ഒരുപാട് പേർക്ക് ദേഷ്യമായിരുന്നു. ഞങ്ങളുടെ ഏട്ടന്റെ അനുഗ്രഹം വാങ്ങാതെ പെങ്ങള് പോയി പറഞ്ഞു. അപ്പൊ അങ്ങനെ ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ മനസ്സിലേക്ക് അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ അടുത്ത് പെരുമാറുക. അപ്പൊ അത് നല്ലൊരു വിജയമായിട്ട് ലാലേട്ടന്റെ കാരണം കൊണ്ട് ആ ഒരു അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷൻ നമ്മളിലേക്ക് വരുന്നുണ്ട്. അതെ അതെ അതെ. അതുപോലെ തന്നെ ഈ ഭാഗ്യാഞ്ജലി അങ്ങനെ ഒരു പേരുണ്ടോ? അതെ, ഞാൻ ആദ്യ സമയം കേട്ടതാണ്. തമിഴ് ചെയ്യാൻ പോയപ്പോ അന്നേരം അവിടെ ഒരു അഞ്ജലി ഉണ്ടായിരുന്നു, അങ്ങാടി തെരുവിൽ അഞ്ജലി. അപ്പൊ ഡയറക്ടർ എന്റെ അടുത്ത് പറഞ്ഞു ഈ പേര് നമുക്കൊന്ന് മാറ്റി പിടിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ചൂസ് ചെയ്തോളൂ, എനിക്ക് അഞ്ജലി എന്നുള്ള പേര് എന്റെ കൂടെ വേണം. അപ്പൊ അവര് ക്ഷേത്രാഞ്ജലി എന്ന് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ക്ഷേത്രം അമ്പലമൊന്നും വേണ്ട, അതൊക്കെ വലിയ ക്ഷേത്രാഞ്ജലി. ഓ, അപ്പൊ അങ്ങനെയാണ് ഭാഗ്യാഞ്ജലി എന്നുള്ള പേര് വന്നത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോ അത് കൊണ്ടുവരാൻ താല്പര്യം തോന്നിയില്ല, കാരണം വെച്ചാൽ പടം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ പടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിയതായിരുന്നു ഈ ഫീൽഡിൽ നിന്ന്. അപ്പൊ ആ ഒരു പേര് അവിടെ ഉപേക്ഷിച്ചു. പിന്നെ കാലങ്ങൾക്ക് ശേഷം മലയാളം തുടങ്ങിയപ്പോൾ അഞ്ജലി എന്നുള്ള പേര് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഒരു റെഡ് കാർപ്പറ്റിന് ഒരു സെഗ്മെന്റ് ഉണ്ട്, ഓർമ്മയുണ്ടോ ഈ മുഖം? ആ ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. കുറച്ച് മുഖങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരും. അവരെ കാണുമ്പോൾ നല്ല ഓർമ്മകൾ, അവരെ കുറിച്ച് എന്താണ് മനസ്സിൽ വരുന്നത്, അത് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ മുഖം ആരുടെയാണ് നോക്കാം? ദിലീഷ് ചേട്ടൻ എല്ലാവർക്കും അറിയാലോ, ആഫ്രിക്കയിൽ ഞങ്ങള് ജിബൂട്ടിയില് പോയി 3 മാസം കുടുങ്ങി. അപ്പൊ ശരി, ദിലീഷ് ചേട്ടൻ എനിക്ക് വർഷങ്ങൾക്കായിട്ട് അറിയാം. നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മയായിട്ട് ചെയ്ത ടെമാർ പടാറില് അസോസിയേറ്റ് ആയിരുന്നു. 5 സുന്ദരികൾ എന്ന് പറയുന്ന സിനിമയിലെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു കാലം മുതലേ അറിയാം. ജിബൂട്ടിയിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ വേഷം, അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ സിനിമകൾ കണ്ടപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ജിബൂട്ടി പറഞ്ഞ സിനിമ വന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയായിരുന്നു ഒരു 3 മാസം ഞങ്ങളൊരു കുടുംബം പോലെ അവിടെ എൻജോയ് ചെയ്തു. അഞ്ജലി ആ സമയത്താണ് പുതിയൊരാളിലും പെട്ടുപോയത് അല്ലേ? ഒരു ലവ് സ്റ്റോറിയുടെ കോവിഡ് സമയത്തുള്ള ഒരു പ്രണയം, ഈ മുഖം കണ്ട് 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 പിന്നെ വേറൊരു മുഖത്തിൽ അഡിക്റ്റ് ആയതും, പിന്നെ അതങ്ങോട്ട് ജീവിതത്തിലെ യാത്രയില് കൂടെ കൂട്ടിയതും ഒക്കെ അവിടെ വെച്ചിട്ടാണ്. ഒരു ആഫ്രിക്കൻ പ്രണയമാണ് നിങ്ങളുടേത് അല്ലേ? അതിലിടയ്ക്ക് ദിലീഷ് ചേട്ടന് അവിടെ ഈ വിഷു ആഘോഷിച്ചത് ഞങ്ങൾ അവിടെയായിരുന്നു. അപ്പം ദിലീഷ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, വിഷു എനിക്ക് എന്താ സംഭവം എന്നൊന്നും അങ്ങനെ അറിയില്ല, ആഘോഷിച്ചിട്ടില്ല പറഞ്ഞപ്പം അവിടെയുള്ള ക്യാമ്പിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഓരോ പൂക്കളും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ ശേഖരിച്ച് ദൈവത്തിന്റെ ഫോട്ടോ മാത്രമില്ല കണി ഒരുക്കാൻ വേണ്ടി അങ്ങനെ രാത്രി ഇരുന്ന് ഞാൻ ദൈവത്തിന്റെ ഫോട്ടോ, അതാണല്ലോ മെയിൻ, കൃഷ്ണനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്റെ ഒരു കണക്ക് പുസ്തകം ഉണ്ട്, അതിന്റെ ബാക്കിൽ കൃഷ്ണന്റെ അട്ടയായിരുന്നു. അപ്പൊ ഞാൻ ആ ബുക്ക് എടുത്ത് അവിടെ വെച്ച് പ്ലേസ് ചെയ്ത് കണി ഒരുക്കി ദിലീഷ് ചേട്ടന് കൊടുത്തു. അത് വലിയ വൈറലായി, ഇവിടുത്തെ ന്യൂസുകൾ ചാനലുകളിലൊക്കെ വന്നു. ആഫ്രിക്കയിൽ പെട്ട മലയാളികളുടെ വിഷു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ദിലീഷ് ചേട്ടൻ ആഹാ കണി കാണിച്ചത് നിന്റെ കണക്ക് പുസ്തകമാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെയുള്ള ആ ഒരു 3 മാസം മോള് വിട്ടിട്ട് നിൽക്കുന്ന ഒരു സങ്കടം ഒഴിയെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ ശരി, ഇനി അടുത്ത നോക്കാം ആരാണെന്ന്. അനികയുടെ അച്ഛനാണ് എന്നെ ഈ ഫീൽഡില് അഡ്വർടൈസ്മെന്റ് ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്, സുരേന്ദ്രൻ. 5 സുന്ദരികളിൽ എന്റെ മോളാണ് അനിക. അപ്പൊ അങ്ങനെ ഇവരുടെ കുടുംബമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായി പോയിട്ടുണ്ട്. അനിക ഇപ്പൊ ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ. ഇനി അടുത്ത ആരാ നോക്കാം? സലീമേട്ടൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കാർന്നവരെന്നുള്ള ഒരു സ്ഥാനം എങ്ങനെയോ വന്ന് ഭവിച്ച പോലെയാണ് അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് ലൈഫിലെ.
സലീമേന്റെ കൂടെ ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാവണം അദ്ദേഹത്തിന്റെ ഭാര്യ വേഷം ഭയങ്കര കോമഡി കാര്യങ്ങളും സീൻസുകളൊക്കെ ആയിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഡയറക്ഷനിലുള്ള 2 സിനിമകളിലും കമ്പാർട്ട്മെന്റ് എന്ന സിനിമയിലും എന്നെ വിളിച്ച് വേഷം തന്നിട്ടുണ്ടായിരുന്നു. ടീച്ചറിന്റെ റോളായിരുന്നു. അത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ടീച്ചർ വേഷമായിരുന്നു. അപ്പൊ എന്റെ പഠിപ്പിക്കല് കണ്ടിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ എനിക്ക് അവിടെ ജോലി തരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ സലീമേട്ടൻ എപ്പോഴും എന്നെ ഓർക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രൊജക്ട് വരുമ്പോൾ ഓർക്കാറുണ്ട്. അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടും. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സപ്പോർട്ടാണ് വേണ്ടതെന്ന് എപ്പോഴും ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് സലീമേട്ടൻ. അപ്പൊ ഒരു ബ്രദർ തുല്യം നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം നൽകുന്നതാണ്. ഇനി അടുത്തത് നോക്കാം. ചേച്ചി എന്റെ ചേച്ചി ആണോ? ഞാൻ വിചാരിച്ചു ഇത് ഏത് സിനിമാ നടിയാണോ സിനിമാ നടനാണോ? സീരിയലില്ലേ? സീരിയലില് ചെയ്തിട്ടില്ല, സിനിമ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്നേഹിതൻ, സ്വപ്നം കൊണ്ട് തുലാഭാരം, സേതുരാമയ്യർ, CBI സിനിമയിലൊക്കെ അഭിനയിച്ചത് എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകളാണ്. അശ്വതി എന്നാണ് ശരിക്കുള്ള പേര്. നന്ദന എന്നാണ് ഫിലിം. നന്ദന എന്നാണ് ഫിലിം. അപ്പോ ചേച്ചിയുടെ ചായ ഉണ്ട് എന്നൊരുവിധം ഞാൻ ഫിലിം തുടങ്ങിയ സമയത്ത് ചേച്ചിയുടെ സ്വന്തം അനിയത്തിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി കല്യാണം കഴിച്ചത് ഭാരതരാജ്യങ്ങളുടെ മകൻ മനോജേട്ടനെയാണ്. അദ്ദേഹം താജ്മഹലിൽ നായകനായിട്ട് വരികയും തുടർന്ന് ഒരുപാട് സിനിമകൾ ഇപ്പൊ ഡയറക്ഷന് വേണ്ടിയിട്ട് മനോജേട്ടനാണ് നമ്മുടെ റോബോ ആയിട്ട് രജനീകാന്ത് സാറിന്റെ ഓപ്പോസിറ്റ്, അതായത് ഡ്യൂപ്പ് ചെയ്തത് മനോജേട്ടനാണ് ചെയ്തത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഒരു പുതിയ ന്യൂസ് ആയിരിക്കും. നിങ്ങളുടെ ഒരു ചേച്ചിയുടെ താഴെയും ട്വിൻസ് ആണ്, അപർണ അർച്ചന. ഞങ്ങളും ട്വിൻസ് ആണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ട്വിൻസ് ഉണ്ട്. അത് ശരി. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കാം. സന്തോഷേട്ടൻ ഇതെന്റെ റിയൽ ലൈഫ് ഹസ്ബൻഡ് ആണോ എന്ന് ചോദിച്ചു ഒരുപാട് പേരുണ്ട്. കാരണം അടുപ്പിച്ച് കുറെ സിനിമ ഭാര്യ ഭർത്താവായിട്ട് ചെയ്തപ്പോൾ സന്തോഷേട്ടൻ തന്നെയാണല്ലേ ശരിക്കും ഇയാളുടെ ഹസ്ബൻഡ് എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട്. അപ്പം എവിടെ കണ്ടാലും എന്റെ ഭാര്യ വന്നല്ലോ എന്ന് പറഞ്ഞ് അത് പബ്ലിക്കായിട്ട് എവിടത്ത് കണ്ടാലും എന്റെ ഭാര്യ വന്നു. അപ്പൊ ഇനി വേറൊരാളാണ് ഭാര്യയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ എടക്കാട് ബറ്റാലിയൻ അദ്ദേഹത്തിന്റെ ഭാര്യ വേറെ ആരോ ആയിരുന്നു. അപ്പൊ പറഞ്ഞു നീ മാറ്, കുറച്ചു നേരം ഞാൻ എന്റെ പഴയ ഭാര്യയുടെ കൂടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര രസമായിട്ട് അതേപോലെ ഫാമിലി മെമ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എന്റെ ഷോർട്ട് ഫിലിമിലും എന്റെ ഹസ്ബൻഡായിട്ട് കാണിക്കേണ്ട ഒരു എന്താ പറയാ ഒരു പിക്ചർ കാണിക്കണമായിരുന്നു, വാൾ പിക്ക്. അദ്ദേഹം പറഞ്ഞ് എന്റെ പടം വെച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനി എന്തായാലും നമുക്കൊരു പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാനായിട്ട് ഒരു വ്യക്തി വരാൻ പോവാണ്, ഒരു ഗായിക വരാൻ പോവാണ്. സോ ലെറ്റ്സ് വെൽക്കം അനാമിക. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ. സോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഒരു പാട്ടുകാരിയാണെന്ന് ആ ഒരു സുഖം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. സ്ഥലം എവിടെയാണ്? വീട് എവിടെയാണ്? ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് പൈങ്ങോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോതമംഗലം, പൈങ്ങട്ടൂർ, മൂവാറ്റുപുഴ അതൊക്കെ ഞങ്ങളുടെ സ്വന്തം സ്ഥലങ്ങളാണ്. അവിടെ നിന്നാണ് ഒരു കലാകാരി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്ത് ചെയ്യാ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10ൽ പഠിക്കുന്നു. സൂപ്പർ. സ്കൂളിൽ എന്തൊക്കെ വേറെ ഈ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ സോളോ അല്ലാതെ ഗ്രൂപ്പ് ഈ ഗാനമേള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടോ? സ്കൂളിൽ തന്നെയല്ല, അല്ലാണ്ട് പുറത്ത് ഞാൻ ഗാനമേളക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ എന്തായാലും അനാമികയുടെ ഒരു ഫസ്റ്റ് ചാനൽ ഷോ ആണ് നമ്മുടെ റെഡ് കാർപ്പറ്റ്. സോ ഞങ്ങൾക്ക് ഈ ഒരു കലാകാരിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അനാമികയ്ക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് ഒരു 2 വരി ഒന്ന് പാടാവോ? ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി ഇൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ചേച്ചി എന്താണ് നമ്മുടെ അനാമിക ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്? നല്ല വോയിസ്, സൈലന്റ് ആണെങ്കിലും നല്ലൊരു വയലന്റ് വൈബ്രേഷൻ മനസ്സിലുണ്ട്. റിയലി ഇതുപോലെ നമ്മുടെ മുന്നിൽ സൈലന്റ് ആയിട്ട് അഭിനയിക്കുന്നതാണോ റിയൽ ആയിട്ട് വയലന്റ് ആണോ എന്ന് ചോദിക്കാൻ ബെസ്റ്റ് ആൾക്കാർ അവരാണ്. ഫാമിലിയിൽ ആരെങ്കിലും പാട്ടുമായിട്ട് ബന്ധമുണ്ടോ? ഫാമിലിയിൽ ചേട്ടായി പാടും, അച്ഛൻ പാടും. നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇത് ചേട്ടൻ അല്ലേ? ചേട്ടന്റെ പേര് പറയൂ. എൻ്റെ പേര് ഡാനി ജോയ്. ചേട്ടൻ നന്നായി പാട്ട് പാടുന്നു. ഓൾറെഡി അനാമിക പറഞ്ഞു. പാട്ട് പഠിക്കുന്നുണ്ടോ? അതായത് ബേസിക് ക്ലാസിക്കൽ
പപ്പയുടെ അടുത്താണ് പഠിക്കുന്നത്. അങ്ങനെ എത്ര വയസ്സ് വരെ പഠിച്ചു? 10th വരെ പഠിച്ചു. 10th വരെ പഠിച്ചപ്പോൾ ഒരുപാട് സ്റ്റേജിൽ ഇതുപോലെ ഗാനമേളയ്ക്കൊക്കെ പോയിട്ടുണ്ടോ? അത്യാവശ്യം പോയിട്ടുണ്ട്. എന്നാൽ ഇഷ്ടമുള്ള ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ പാടിക്കൊണ്ടിരുന്നോ, അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏതെങ്കിലും ഉണ്ടോ? ഒരു 2 വരി പാടാൻ. ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം. ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം. ധ്യാനമുണർത്തും മൃദുപല്ലവിയിൽ കാവ്യമരാള ഗമനലയം. ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യ വിഭാത സോപാന രാഗലയം. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് അമ്മയെ പരിചയപ്പെടാം. എൻ്റെ പേര് സാനി ജോയി. വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. സൂപ്പർ. ഇനി അച്ഛനെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ഈ 2 പേരെയും പാട്ടുകൾ പഠിപ്പിക്കുന്നതും അതിനുള്ളൊരു പ്രോത്സാഹനമൊക്കെ കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. പേര്? എൻ്റെ പേര് ജോയ്. ജോയ്. അപ്പൊ താങ്കള് വളരെ ചെറിയ പ്രായത്തിൽ പാട്ട് പഠിച്ചു തുടങ്ങിയതാണോ? ഞാൻ 6th സ്റ്റാൻഡേർഡ് മുതൽ സംഗീതം പഠിക്കുന്ന ആളാണ്. പിന്നെ മ്യൂസിക് കോളേജിൽ പഠിച്ചു. അതിനുശേഷം ഇപ്പം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. ഇനി ഇവരെ പാട്ടിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അതിലേക്ക് തന്നെ വിടണം എന്നാണ് താങ്കളുടെ ആഗ്രഹം? എനിക്ക് ആരെങ്കിലും ഒരാളെ ഒരു നല്ലൊരു പാട്ടുകാരനോ ആക്കി തീർക്കണം, അങ്ങനെ ഒരു വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് മെയിൻ പെർഫോമൻസിലേക്ക് കടക്കാം. റെഡി അല്ലേ? റെഡിയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. नज़म तेरा हर गीत है याद मुझे, जब तक सांस चलेगी न भूलूंगी मैं तो तुझे। तेरे बिना जीना नहीं खा के कसम कहती हूँ, तेरे बिना जीना नहीं खा के कसम कहती हूँ। मैंने बिना देखे बिना जाने तुझे दिल दे दिया, तू धड़कन है मैं तेरी जिंदगी, तू शायर है मैं तेरी शायरी। तुझे मिलने को दिल करता है, तुझे मिलने को दिल करता है ओ मेरे साजना। तू शायर है मैं तेरी शायरी।
बेताबिका मैं कैसे तुझसे इश्हार करूं, अपनी बेताबिका मैं कैसे तुझसे इश्हार करूं, कैसे बतलाऊं तुझे जाने जाना कितना मैं प्यार करूं, लब पे कोई नाम नहीं तेरे सिवा मेरा साजन, लब पे कोई नाम नहीं तेरे सिवा मेरा साजन, मेरे इस दिल पे तेरा ही नशा छा गया, तू दीवाना मैं तेरी दीवानगी, तू शायर है मैं तेरी शायरी, तुझे मिलने को दिल करता है, तुझे मिलने को दिल करता है, ओ मेरे साजना, तू शायर है मैं तेरी शायरी, तू आशिक है मैं तेरी आशिकी। ചേച്ചി എന്താണ് പറയാനുള്ളത്? അതെ, ആൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ആളുടെ ഉള്ളിൽ വലിയൊരു കഴിവ് തന്നെയാണുള്ളത്. ഭയങ്കര ഫീലോട് കൂടിയാണ് ഈ ഒരു പാട്ട് പാടുന്നത്. ഈ പാട്ടൊക്കെ എത്ര കേട്ടാലും നമുക്ക് മതി വരാത്ത ഒരു പാട്ടാണ്. ഈ സോങ് സെലക്ഷൻ തന്നെ ആദ്യം തന്നെ ഒരു കൈയടി കൊടുക്കാം. ആരാ സെലക്ട് ചെയ്തെന്ന്? അത് പപ്പയാണ്. ഉറപ്പാണല്ലോ, അങ്ങനെ ആയിരിക്കും ഞങ്ങൾക്ക് അറിയരുത്. ആൻഡ് ഭയങ്കര രസമായിട്ട് അത് പാടി ആ ഒരു ഫീലോട് കൂടി ആ ഒരു റൊമാൻറ്റിക് വേൾഡിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ കൊണ്ടുപോയി. സോ താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം ഉണ്ട്. तेरी हर नज़म तेरा हर गीत है याद मुझे, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇവിടെ പാടാൻ അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാണ്ട്, അതായത് ഓഡിഷൻ കഴിഞ്ഞപ്പം ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വിളിച്ചതാണ്. ഒത്തിരി സന്തോഷമായി. അതെ, അപ്പൊ ഇനി എന്തായാലും അങ്ങോട്ട് നന്നായിട്ട് പാട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് പാട്ടുകൾ പാടാൻ ശ്രമിക്കുക. ഈ ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ വെക്കുക. അങ്ങനെ അച്ഛന്റെ ആഗ്രഹം പോലെ ഒരു വലിയൊരു പാട്ടുകാരി ആവട്ടെ, അല്ലേ? സൂപ്പർ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു പാട്ട് കേട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ടാറ്റാ ബൈ ബൈ പറയാം. ടാറ്റാ ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. Costume courtesy for Swastika, Ladies Planet, Perindalmanna and Palakkad. Jewel courtesy for Swastika, Ladies Planet Rental Jewelry.